നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചേർക്കാത്ത സവാളയൊന്നും വഴറ്റാതെ ഒരു എളുപ്പത്തിലൊരു കടലക്കറിയാണ്. ഇവിടെ ഞാൻ അരക്കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവയെല്ലാം നീളത്തിലരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കടലയോടൊപ്പം ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരക്കപ്പ് കടലക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അതൊഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ആ കടലയുടെ മുകളിലായിട്ട് വരണം. നമ്മൾ സിമ്മിലാണ് വയ്ക്കുന്നതെങ്കിൽ വെള്ളം അധികം വറ്റിപ്പോവില്ല. അല്ല ഫുൾ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് വറ്റിപ്പോകും. അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 വിസിലടിച്ചതിന് ശേഷം 10 മിനിറ്റ് സിമ്മിലിട്ടാണ് ഈ കടല വേവിച്ചെടുത്തത്. അപ്പോൾ എനിക്കധികം വെള്ളമൊന്നും വറ്റിപ്പോയില്ലായിരുന്നു. ഇനി നിങ്ങൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ആണ് വേവിക്കുന്നതെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കറുത്ത കടലയാണ്, അത് കുറച്ചധികം സമയം വേണം വേകാനായിട്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുമല്ല സവാളയൊക്കെ അലിയാറായിരിപ്പുണ്ട്. നമുക്ക് സവാള അലിഞ്ഞ് വന്നം എന്നാലുള്ളൂ അത് നല്ല തിക്ക് ഗ്രേവി നമുക്ക് കിട്ടുള്ളൂ. ഇത് അതിൽ നിന്ന് ഞാൻ വെന്ത കുറച്ച് സവാള എടുത്ത് മാറ്റണേണ്. അത് വേറൊന്നിനുമല്ല, നമുക്ക് കറി വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിതാ ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണേണ്. കുറച്ച് കറിവേപ്പിലയും ഇടാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായ പൊടികളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം ഓൺ ആണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണേണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് ആദ്യം ചേർക്കുന്നത് കറിക്ക് നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത കാരണം കരിഞ്ഞൊന്നും പോവില്ല. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്, അതും ചേർത്തിട്ടുണ്ട്. ഇതാ വേവിച്ച് വെച്ച കടല നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ അലിയാറായ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് കറിയോട് ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. നമുക്ക് ഒന്നും കൂടി തിക്ക് അല്ലെങ്കിൽ പിന്നെ ചാറ് അധികം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സവാളയുടെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള എടുത്തത്, ഒരു വലിയ സവാള നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കണ്ട നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് തിളയ്ക്കട്ടെ. കടലയിലൊക്കെ നന്നായിട്ട് ഇതൊക്കെ അങ്ങോട്ട് മസാലയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ കറി നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് കിട്ടും. വേറെ ഒന്നും താളിച്ച് ചേർക്കാനൊന്നുമില്ല. ഇതാ നമ്മൾ ആ എടുത്തു വെച്ച വെന്ത സവാള ഉണ്ടല്ലോ, അതങ്ങോട്ട് മുകളിൽ വിതറി കൊടുക്കാം. ആ സവാളകൾ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത്രേ ഉള്ളൂ. കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായ നല്ല ടേസ്റ്റായ കടലക്കറിയാണിത്. തേങ്ങ വറുത്തരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതേ ടേസ്റ്റിൽ നമുക്ക് ഈ കറി ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര എളുപ്പത്തിലുള്ള ഈ കടലക്കറി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.